വീണ്ടും അതിശൈത്യത്തിന്റെ പിടിയിൽ. താപനില മൈനസിലേക്കെത്തി. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രേഖപ്പെടുത്തിയ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ലതണ്ണി, നടയാർ, തെന്മല, കന്നിമല, അരുവിക്കാട് എന്നിവിടങ്ങളിലാണ് 0 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. പുലർച്ചെയോടെ തണുപ്പ് 0 ഡിഗ്രിയിൽ എത്തിയതോടെ വാഹനങ്ങളുടെ പുറത്തും തേയിലത്തോട്ടങ്ങളുടെ മുകളിലും പുല്ലുകളിലും മഞ്ഞുതുള്ളികൾ കട്ടപിടിച്ചു കിടന്നു. ചില പ്രദേശങ്ങളിൽ 0-നും താഴേക്ക് താപനില എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. മറയൂരിന് സമീപമുള്ള തലയാറിൽ -2 എത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രദേശത്തെ പുൽമേടുകളിൽ വ്യാപകമായി മഞ്ഞ് വീണു. ഇതോടെ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ നല്ല തണുപ്പാണ്. തൊടുപുഴ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും അസാധാരണ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. ഹലോ, മുസകായാണ്. ആരിഫ് കാ, അസ്സലാമു അലൈക്കും. അതേ, മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തിക്കണേ. നിലമ്പൂരിലേക്കാ കൊണ്ടോണത്. മറക്കണ്ട. ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുകയാണ്. നമ്മളെ ഹരീഷിന്റെ അമ്മയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരില്ലാത്തൊരാഘോഷം ഞമ്മക്കില്ലല്ലോ. എന്താണ് ഹരീഷേ, എത്ര നേരമായി കാത്തിക്കണ്? ഒരുങ്ങി കിട്ടണ്ടേ? ഇനി നേരം വൈകണ്ട, പോവാ. അല്ല, എവിടേക്കാ പോണേ? ഉപ്പ പോണോടത്ത് വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വരില്ല കേട്ടോ. അല്ല രമേച്ചി, ഈ സാരിങ്ങൾ എവിടുന്നാ മേടിച്ചേ? ഇത് ശോഭികന്ന്. ശോഭികയിൽ ഇപ്പൊ ചരിത്ര വിവാഹിന്റെ വെഡിങ് ക്യാമ്പയിൻ നടക്കല്ലേ, അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസും ഉണ്ട് അവിടെ. ആണോ? പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. പിന്നെ വിട്ട വണ്ടി ശോഭികക്ക്. അതെ, ശോഭിക വെഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഓരോവിടെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കോളി, പണി ലീവാക്കണ്ട. ഇത് വൈകുന്നേരം വന്നാ മതി. അത്രക്ക് കാണാനും എടുക്കാറുണ്ട് ഇവിടെ. അതെ, വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ. ആഘോഷം ഏതും ആയിക്കോട്ടെ, ഡ്രസ് ശോഭിക്കുന്നു. നമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ ശോഭിക വെഡിങ്സിന് എടുത്തിക്കണം. നമ്മൾ ഹാപ്പിയാ അല്ലേ? ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ, എടപ്പാൾ.